തൃപ്തിയും അതൃപ്തിയും തീരുമാനിക്കുന്നത് അന്വേഷണത്തിന്റെ അവസാനത്തിലാണ്. ഏതെങ്കിലും ഒരു പോയിന്റ് മധ്യത്തിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ അതുവരെയുള്ള സംഭവം വെച്ച് നമുക്ക് തൃപ്തിയെന്നോ അതൃപ്തിയെന്നോ പറയാൻ പറ്റിയുള്ള റിസൾട്ടാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ജനമധ്യത്തിലുള്ള പ്രശ്നം എന്താവും? ജനങ്ങളുടെ മധ്യത്തിൽ വലിയൊരു സ്വർണ്ണ കൊള്ള നടത്തിയിട്ടുണ്ട്. അതിന് മെറ്റൽ മാറ്റി അത് ചെമ്പ് എന്ന് എഴുതി സ്ഥാപിച്ച് വന്നു. അന്വേഷണ സംഘം ഈ തൊണ്ടി സാധനങ്ങൾ പിടിക്കണം. അവർ ചെമ്പ് പിടിച്ചാൽ തീരുമോ? അത് സ്വർണത്തിലേക്ക് എത്തട്ടെ. സ്വർണത്തിലേക്ക് എത്തണമെന്ന് ഒരിക്കൽ സ്വാഭാവികമായും അതിൽ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയണം. അതിനുവേണ്ടി പോകാനുള്ള സ്വാതന്ത്ര്യം ഇവർക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം. ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻ ഉള്ളത് കൊണ്ട് ഏറെക്കുറെ കൃത്യമായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ എന്ത് പോയിന്റിലേക്ക് എത്തുമ്പോഴേക്കും കാലിടറമോ ഇല്ലയോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായി വരുന്നത്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ അന്വേഷണ നിരീക്ഷണത്തിൽ ഈ അന്വേഷണം വളരെ കൃത്യമായി നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം. കേരളം കണ്ടതിലെ ഏറ്റവും വലിയ സ്വർണ്ണ കൊള്ളയാണ്. ആ കൊള്ളയ്ക്ക് സത്യം പറഞ്ഞ കൂട്ടുനിന്നവർ പുറത്തു വരണ്ടേ, ബഹുജനങ്ങളുടെ മുമ്പിൽ എത്തണ്ടേ, നിയമപരമായ നടപടിക്ക് അവർ വിധേയരാകണ്ടേ. ആ നടപടിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം എന്ന് തന്നെയാണ്.